ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത മാസം അർജന്റീന ദേശീയ ടീമിൻ്റെ ഒരു സൗഹൃദ മത്സരം കൊച്ചി സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ചിരുന്നു. അതായത് റിപ്പോർട്ടർ ടിവിയുടെ MD ആയ ആൻഡോ അഗസ്റ്റിൻ ആയിരുന്നു ഇതിൻ്റെ സ്പോൺസർ. ഈ മത്സരത്തിനു വേണ്ടി കൊച്ചി സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അർജന്റീന ദേശീയ ടീം ഇതിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. എന്നാൽ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത് മാർച്ച് മാസത്തിൽ അർജന്റീനയെ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നാണ്. കൊച്ചിയിലെ നവീകരണ പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ നടക്കും, കൂടുതൽ പണം അതിനുവേണ്ടി ചിലവഴിക്കും എന്നായിരുന്നു ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മനോരമ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വലിയ ദുരൂഹതയാണ് ഈ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ മനോരമ ആരോപിക്കുന്നത്. മനോരമയുടെ ആ റിപ്പോർട്ട് അതുപോലെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്: കലൂർ സ്റ്റേഡിയം നവീകരണത്തിലുള്ള സ്പോൺസറുടെ താൽപ്പര്യത്തിൽ ദുരൂഹത. അർജന്റീന മത്സരത്തിന് ശേഷവും സ്റ്റേഡിയത്തിൽ അവകാശം വേണമെന്നാണ് സ്പോൺസർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആ ആവശ്യം അന്നേ തള്ളിയ GCDA വീണ്ടും മത്സരം കൊണ്ടുവന്നാൽ പരിഗണന മാത്രം നൽകാമെന്ന ഒരു നിലപാടിലാണ്. VVIP ഗാലറികൾ, ലൈറ്റിംഗ്, സ്റ്റേഡിയം ബലപ്പെടുത്തൽ, പുറമെയുള്ള അറ്റകുറ്റപ്പണികൾ എല്ലാം ഉടൻ പൂർത്തിയാക്കും. അർജന്റീനയുടെ മത്സരത്തിന് ശേഷം മറ്റ് രാജ്യാന്തര മത്സരങ്ങൾക്കും സ്റ്റേഡിയം ഉപയോഗിക്കാം. ഇതൊക്കെയായിരുന്നു സ്പോൺസറുടെ അവകാശവാദങ്ങൾ. സ്പോൺസർ എന്ന് പറഞ്ഞാൽ അത് ആൻഡോ അഗസ്റ്റിൻ ആണ്. എന്നാൽ സ്റ്റേഡിയത്തിൽ തുടർന്നും അവകാശം വേണമെന്ന ആവശ്യം സ്പോൺസർ സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. ഗോട്ടിക്കളിയല്ല, വലിയ കളികൾ തന്നെയായിരുന്നു സ്പോൺസറുടെ ലക്ഷ്യമെന്ന് ഈ ആവശ്യത്തിൽ വ്യക്തം. എന്നാൽ GCDA ഒരു മത്സരത്തിന് മാത്രമാണ് സ്റ്റേഡിയം വിട്ടു നൽകിയത്. മറ്റൊരു കരാറുമില്ലെന്നും ആളുകൾക്ക് എന്തും ആവശ്യപ്പെടാമല്ലോ എന്നും GCDA ചെയർമാനായ K ചന്ദ്രൻ പിള്ള മനോരമ ന്യൂസിനോട് പറഞ്ഞു. നവംബറിൽ കളി നടക്കില്ലെന്ന് ഉറപ്പായതോടുകൂടി കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണവും താളം തെറ്റിയിട്ടുണ്ട്. പ്രതിദിനം 2000 തൊഴിലാളികളെ വെച്ച് നവീകരണം വേഗത്തിലാക്കും എന്നായിരുന്നു സ്പോൺസറുടെ പ്രഖ്യാപനമെങ്കിലും സ്റ്റേഡിയത്തിന് സമീപത്തെ മരം വെട്ടിയതും അരമതിലും മെറ്റൽ നിരത്തിയതുമാണ് നിലവിൽ പൂർത്തിയായ പണി. അർജന്റീന മത്സരത്തെക്കുറിച്ചുള്ള സ്പോൺസറുടെ പല പ്രഖ്യാപനങ്ങളും സംശയത്തിന് ഇടവരുത്തിയിരുന്നു. പക്ഷേ നേടാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം ചെറുതൊന്നുമല്ലെന്നാണ് ഗ്രൗണ്ടിന് പുറത്ത് സ്പോൺസർ നടത്തിയ നീക്കത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഇതാണ് മനോരമയുടെ റിപ്പോർട്ട് പറയുന്നത്. അതായത് അവർ ആരോപിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്. സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പവകാശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആൻഡോ അഗസ്റ്റിൻ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നാണ് മനോരമ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, അർജന്റീന അടുത്ത മാസം വരില്ല എന്ന് ഉറപ്പായതോടുകൂടി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ താളം തെറ്റി, അത് മന്ദഗതിയിലായി എന്നുകൂടി ഇവർ ആരോപിക്കുന്നുണ്ട്. അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾ കൊച്ചി സ്റ്റേഡിയത്തിലാണ് നടക്കുക. ISL സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് വലിയ ക്ഷീണം ചെയ്യുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.